ധന്യ, കൊല്ലം ആയൂരിൽ നടന്ന മരണം, തൂങ്ങി മരണം, അതിൻ്റെ സംബന്ധിച്ചുള്ള വാർത്തകൾ ഇപ്പോഴും നമ്മൾ അടങ്ങിയിട്ടില്ല. ഒരുപാട് വസ്തുതകൾ വീണ്ടും പുറത്തോട്ട് വരുന്നു. ഈ ദിവ്യയെ സംബന്ധിച്ച് എന്താണ് കൂടുതൽ പറയാനുള്ളത്? ദിവ്യ മോൾ, 2 പെൺകുട്ടികളുടെ അമ്മ, അത്യാവശ്യം നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരു കുടുംബം. മറ്റൊന്നും അവരെക്കുറിച്ച് പറയാനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷെ എന്താണ് അവർക്ക് സംഭവിച്ചത്? ഈ ഒരു ചോദ്യമാണ് കുടുംബവും നാട്ടുകാരും ഒക്കെ ചോദിക്കുന്നത്. കാരണം ദിവ്യ വർഷങ്ങളായി ആയൂരിൽ താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. ഈ തുണിക്കട ഉടമ അലി എന്ന് പറയുന്ന വ്യക്തി കോഴിക്കോട് സ്വദേശിയാണ്. ഭാര്യയും 3 മക്കളുമുണ്ട് ഇയാൾക്ക്. ഇയാൾ നേരത്തെ കുറെ വർഷങ്ങൾക്ക് മുൻപ് ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത്, കൊല്ലത്തെ തന്നെ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫർണിഷിംഗ് ഷോപ്പ് തുടങ്ങി. അവിടെ നിസ്സാര പൈസയ്ക്ക്, അതായത് 4000-ഓ 5000-ഓ രൂപയ്ക്ക് ശമ്പളത്തിന് വന്ന ആളാണ് ഈ ദിവ്യ മോൾ എന്ന് പറയുന്നത്. അപ്പൊ ആ കട നല്ല രീതിയിൽ നോക്കി നടത്തി വന്നപ്പോഴാണ് ഇയാൾക്ക് ആയൂരിൽ ഒരു ടെക്സ്റ്റൈൽസ് തുടങ്ങണമെന്ന് തോന്നിയത്. അങ്ങനെയാണ് ലാവിഷ് ടെക്സ്റ്റൈൽസ്. അത് ഈ ആയൂരിൽ നഗരപ്രദേശത്ത് അല്ല, കുറച്ചുകൂടി ഉള്ളിലേക്ക് മാറിയാണ് ഈ ടെക്സ്റ്റൈൽസ്. നല്ല കച്ചവടമായിരുന്നു. ഒരു 10-ലേറെ സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു. ഈ സ്റ്റാഫുകളുമായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് പെട്ടെന്ന് കോവിഡ് എല്ലാവരുടെയും ജീവിതത്തെ പിടിച്ചുലയ്ക്കുന്നു. ആ സമയത്ത് ഇവിടെ കച്ചവടം കുറയുന്നു. അങ്ങനെ കുറെ സ്റ്റാഫുകളെ മാറ്റുന്ന സമയത്ത് ഈ ഒരു 3-4 സ്റ്റാഫുകൾ, അതിലപ്പുറം മറ്റാരെയും എടുക്കാനുള്ള സാമ്പത്തിക ശേഷിയില്ല. പിന്നീട് ഈ ലാവിഷ് ടെക്സ്റ്റൈൽസിന്റെ കച്ചവടവും കുറയുന്നു. ഈ കച്ചവടം കുറഞ്ഞതിന് ശേഷം ഈ സ്റ്റാഫുകളെ മാറ്റിയല്ലോ. അപ്പോൾ ഈ കച്ചവടം കുറഞ്ഞതിന് ശേഷം ദിവ്യയാണ് ഇയാൾ എല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്നത്. കാരണം ഈ ഫർണിഷിംഗ് ഷോപ്പിലെ ദിവ്യ ഉണ്ടായിരുന്ന സമയത്തെ ഇയാൾക്ക് ദിവ്യയുടെ ഒരു വിശ്വാസ്യത ഉണ്ട്. അപ്പോൾ അതിനുശേഷം ഇവിടെ വന്നപ്പോഴും ചില വിശ്വാസങ്ങളുടെ പുറത്ത് ദിവ്യയെ ഈ കട ഏൽപ്പിച്ചതിന് ശേഷം ഇപ്പോൾ ഒരാളൊരു കട ഏൽപ്പിക്കുന്നു നമ്മളെ, അയാൾ മാസത്തിൽ 2 തവണയെ ആ കടയിലേക്ക് വരുന്നുള്ളൂ. അയാളുടെ സ്വദേശം കോഴിക്കോടാണ്. സ്വാഭാവികമായി ആ കടയെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് തന്നെ സ്വയമേ എന്ന് തോന്നും, നമ്മളാണോ ഈ കടയുടെ മുതലാളി, നമ്മളാണോ ഈ കടയുടെ ഉടമസ്ഥൻ എന്നൊക്കെ ഉള്ളൊരു വല്ലാതെ. കാരണം സ്റ്റാഫുകളെ നിയന്ത്രിക്കുന്നത് നമ്മൾ, സ്റ്റാഫുകൾ എപ്പോൾ വരണം എപ്പോൾ പോകണം എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ, എത്ര കച്ചവടം നടന്നു എന്ന് നോക്കുന്നത് നമ്മൾ, അതിന്റെ പണം കൈകാര്യം ചെയ്യുന്നത് നമ്മൾ. സ്വാഭാവികമായിട്ട് നമ്മുടെ മൈൻഡിൽ ആ കട നമ്മുടേതാണ് എന്ന് നമ്മൾ തന്നെ അങ്ങൊരു തോന്നൽ ഉണ്ടാക്കും. അപ്പോ ഈ പൈസയുടെ കാര്യങ്ങൾ വരുമ്പോൾ ഈ പണമാണല്ലോ എപ്പോഴും 2 ഭാഗങ്ങളെ തമ്മിൽ ഇല്ലാതാക്കുന്നത്, ഈ സാമ്പത്തിക ഇടപാടുകളാണല്ലോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ദിവ്യ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് അലിക്ക് എപ്പോഴും ഒരു സംശയം തോന്നി. താൻ എവിടെയോ പറ്റിക്കപ്പെടുകയാണോ ചതിക്കപ്പെടുകയാണോ എന്നുള്ള. കാരണം വസ്ത്രങ്ങൾ വിൽക്കപ്പെടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള വരുമാനം തന്റെ കയ്യിൽ വരുന്നില്ല. ഇയാളും ഈ കടവും ബാധ്യതകളും ഒക്കെ ലോണും ഒക്കെ എടുത്താണ് ഈ കച്ചവടം തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഇയാൾക്ക് അതിന്റെ വരുമാനം കിട്ടിയാൽ ഇയാളെ കുടുംബം നന്നായിട്ട് പോകൂ, ഇയാളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുകയൊക്കെ ചെയ്യുള്ളൂ. മാത്രമല്ല ഒരു 3-4 പേർക്ക് ജോലിയും കൊടുക്കുന്നുണ്ട്, അതിന്റെ ശമ്പളവും കൊടുക്കണം. അപ്പോൾ ഇതൊക്കെ കൂടി വലിയ രീതിയിൽ ഇയാളെ സമ്മർദ്ദം ചെലുത്തി. അപ്പൊ ഇയാൾ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ അന്വേഷിച്ചു വന്നപ്പോൾ ചില സാമ്പത്തിക തിരിമറികൾ ഇയാളുടെ കണ്ണിൽപ്പെട്ടു. കാരണം ഇവര് അത്രത്തോളം വിശ്വാസം, ഇപ്പൊ പലരും പറയുന്നു ഇത് അവിഹിതം ഉണ്ടായാൽ ഉണ്ടാകുന്ന മരണമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെയാണ് സംഭവിക്കുന്നത്. നമുക്കത് അറിയില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും നമ്മുടെ ഒരു വാർത്തയിലും മിണ്ടിയിട്ടില്ല. ഇവർ തമ്മിലുള്ള ബന്ധം ഇവർക്ക് 2 പേർക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ ആ ഭാര്യയെ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന ഒരു കമന്റാണ്, അവളുടെ നമ്മുടെ ചാനലിൽ വന്ന ഒരു കമന്റാണ്. കമന്റ് ഇട്ടവന്റെ പേര് ഉൾപ്പെടെ പറയണമെന്ന് വിചാരിച്ച് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചു. ഇനി അത് തപ്പിയെടുക്കണം. ഒരുത്തൻ പറഞ്ഞതാണ്, അവന്റെ പേര് ഞാൻ പറഞ്ഞു. അവളുടെ കഴപ്പ് തീർന്നപ്പോൾ അവളെ ഉപയോഗിച്ച് അവന് മതിയായി, അവളുടെ കഴപ്പും തീർന്നു. അപ്പൊ 2 കൂടെ കയറി തൂങ്ങി. ഇത് കാണുന്ന 2 പെൺകുട്ടികൾ ഉണ്ട് ആ വീട്ടിലെന്നുള്ളത് ആലോചിക്കണം. നമ്മൾ അവരെ ഭർത്താവിനെയോ കുടുംബത്തിലെ മറ്റാരെയും നോക്കണ്ട. 2 പെൺകുട്ടികൾ ഈ സ്ത്രീക്കുണ്ട് എന്നുള്ളത് മറക്കാതെ വേണം ഈ അവിഹിതം പൊക്കി പിടിക്കുന്നവരും മറ്റു കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിട്ടാണ് അത് സംസാരിക്കുന്നതെങ്കിൽ ഓക്കെ. അത് മാത്രമല്ല, അവർക്കും അയാൾക്കും താല്പര്യമുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് അവിഹിതമാകുന്നത്? ഉഭയകക്ഷി സമ്മതപ്രകാരം അവർ പോയിട്ടുണ്ട് എങ്കിൽ അതെങ്ങനെയാണ് അവിഹിതം? അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അത് മരിച്ചുപോയ 2 പേർ, അവരുടെ ബന്ധം എന്താണെന്ന് ആർക്കും അറിയില്ല. അവരെ കുറിച്ച് ചുമ്മാ കുത്തിപ്പൊക്കി ഇല്ലാ കഥകൾ ഉണ്ടാക്കി പ്രചരിപ്പിക്കുന്നത് ആ കുട്ടികളുടെ കൂടി മുന്നോട്ടുള്ള ജീവിതത്തെയാണ് ബാധിക്കുന്നതെന്ന് അറിയാതെ 4 വ്യൂസിന് വേണ്ടി ചെയ്യാനിരിക്കുന്നവരോട് ഒന്നും പറയാനില്ല. ഇവിടെ സാമ്പത്തികമാണ് വില്ലനായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവരുടെ സാമ്പത്തിക പ്രശ്നങ്ങൾ, ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകുന്നു. അതിനിടയ്ക്ക് ഈ ദിവ്യമോൾ ഒരു വീട് വയ്ക്കുന്നു.
അപ്പൊ പെട്ടെന്ന് വളരെ ശമ്പളം കുറഞ്ഞ ജോലിക്ക് വരുന്ന ഒരു സ്ത്രീ കുറച്ച് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു വീട് വെക്കുന്നു. ഈ വീടിന്റെ ചടങ്ങുകൾ നടക്കുന്നു. സ്വാഭാവികമായി ഇയാൾ ഈ വീടിന്റെ പണികൾ പെട്ടെന്ന് പൂർത്തിയാക്കൽ നടക്കുന്നു. അപ്പൊ സ്വാഭാവികം ഇയാൾക്കൊരു സംശയം ഉണ്ടാകും, ഇത് എങ്ങനെയാണ് സാമ്പത്തികമില്ലാത്ത ഒരു സ്ത്രീ പെട്ടെന്ന് ഒരു വീട് വയ്ക്കുന്നു, അതിനുള്ള പണികളൊക്കെ പെട്ടെന്ന് നടത്തുന്നു. സ്വാഭാവികം ഉണ്ടാകുന്ന ഒരു സംശയം. അതിന്റെ പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇവർ തമ്മിൽ വഴക്കുകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ വഴക്കുകൾ ഉണ്ടാകുന്നതിനിടയ്ക്ക് ഈ അലി ഇവരെ വഴക്കിനിടയിൽ ഇവർ തമ്മിൽ വഴക്ക് മൂർച്ഛിച്ചപ്പോൾ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒക്കെ ചെയ്തു. അങ്ങനെ ആ മർദ്ദനത്തിനിടയിൽ ഇവർ മരണപ്പെട്ടതായിരിക്കാം എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അതിനുശേഷം ഇയാൾ ഇവരെ കെട്ടിത്തൂക്കി. കാരണം ഒരാളെ കൊന്നല്ലോ, പിന്നീട് എന്തിനാണ് കൊന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അത് മറ്റു പല വഴികളിലേക്കും ചിലപ്പോൾ പോകാൻ സാധ്യതയുണ്ട്. അത് അലിക്കും ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഇയാളും തൂങ്ങിയതെന്നാണ്. ഇതിൽ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്നതിനനുസരിച്ച് ഇയാൾ ഒറ്റയ്ക്കല്ല. ഈ മരണം അറിഞ്ഞ സമയത്ത് ഇയാൾ ഭയന്ന് പകച്ചുപോയി. അപ്പോൾ കൂട്ടുകാരാരെയോ വിളിച്ചാണ് ഇവരെ കെട്ടിത്തൂക്കാൻ ഇയാൾ നിന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കാരണം ഒരാളെ എടുത്ത് കെട്ടിത്തൂക്കുന്ന തരത്തിലേക്കുള്ള ആരോഗ്യവാനല്ല ഈ അലി എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ അത്തരത്തിലൊരു ചില കാര്യങ്ങളൊക്കെ ആളുകൾ പറയുന്നുണ്ട്. അതിന്റെ സത്യാവസ്ഥയെ നമുക്കറിയില്ല. എന്തായാലും ഈ ആയൂരിൽ നടന്ന കേസ് അതിപ്പോഴും വലിയ ചോദ്യചിഹ്നമായി തുടരുകയാണ്. കാരണം പോലീസ് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ ആത്മഹത്യാ കുറിപ്പില്ല. തലേ ദിവസം ഈ മരണ ദിവസം വരെ ഒരു പ്രശ്നവും ഇല്ലാതിരുന്ന രണ്ടുപേർ എങ്ങനെയാണ് പെട്ടെന്ന് വീട്ടിൽ വരുന്നില്ല, രാത്രി 8 മണിക്ക് ഭർത്താവ് വിളിക്കുന്നു, അപ്പോൾ ഫോൺ എടുക്കുന്നില്ല. സാധാരണ ബാംഗ്ലൂരും കോയമ്പത്തൂരും മുംബൈയിലുമൊക്കെ അവർ തുണിയെടുക്കാൻ പോകുന്നു, അത് വീട്ടിൽ പറഞ്ഞിട്ടാണ് പോകുന്നത്. 1 മണിവരെ ഭർത്താവ് നിരന്തരം വിളിച്ചുകൊണ്ടിരിക്കുന്നു, അപ്പോഴൊന്നും ഫോൺ റിങ് ചെയ്യുന്നതല്ലാതെ ഫോൺ എടുക്കുന്നില്ല. അതിനുശേഷം രാവിലെ കടയിൽ, അപ്പോൾ കൂടെ ജോലി ചെയ്യുന്നവരെ വിളിക്കുമ്പോൾ രാവിലെ നമുക്ക് അന്വേഷിക്കാമെന്ന് പറയുന്നു. രാവിലെ കടയിലെത്തി കട തുറന്ന് ഗോഡൌണിന്റെ ജനലടിയിലൂടെ നോക്കിയപ്പോഴാണ് തൂങ്ങി നിൽക്കുന്നത് കണ്ടത്. സ്വാഭാവികമായിട്ടും ഇതിലെന്താണ് സംഭവിച്ചത്? ഇപ്പോ ദിവ്യമോളുടെ കുടുംബത്തിന്റെ ഇതനുസരിച്ച് അവിടെ ഞാൻ പറയുന്നത് പോലെ 2 പെൺകുട്ടികളാണ്. അപ്പോൾ അവരുടെ ഭാവിയെ കൂടി ഇത്തരത്തിൽ ഇപ്പൊ അവർ സ്കൂളിൽ പോകുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് നാണക്കേടാണ്. നാളെ അവർ വളർന്നു വരുമ്പോൾ ഇത്തരം സോഷ്യൽ മീഡിയയിലൊന്നും വരുന്ന കഥകളൊന്നും ഒരിക്കലും മാഞ്ഞു പോവില്ല, ഡിലീറ്റ് ചെയ്യില്ല, അവിടെ അങ്ങ് കിടക്കും. സ്വാഭാവികമായിട്ട് അവർക്കത് ഉണ്ടാവുന്ന, അവരുടെ ജീവിതത്തിൽ അത് ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അപ്പൊ ഇതൊക്കെയുണ്ട്. ഇതിന്റെ സത്യാവസ്ഥ എന്താണ്? കൊന്നതാണോ, കൊലപ്പെടുത്തി? കാരണം ദിവ്യമോൾ അങ്ങനെ മരിക്കാൻ തീരുമാനിച്ച ഒരാളായിരുന്നെങ്കിൽ അവർ ഈ വീട് പണി ഇത്ര അതിവേഗത്തിലാക്കില്ല. മക്കളുടെ കാര്യങ്ങളായാലും ഭർത്താവിന്റെ കാര്യങ്ങളായിരുന്നെങ്കിലും അവര് കുടുംബജീവിതമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയിരുന്ന ഒരു സ്ത്രീയാണ്. അപ്പൊ പെട്ടെന്ന് ഇത്തരത്തിൽ മരിക്കാൻ അവർക്ക് തോന്നിയതിന്റെ കാരണം എന്താണ്? അതോ കൊന്നതാണോ തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല എന്നുള്ളത്. അപ്പൊ അതിന്റെ അന്വേഷണത്തിലാണ് പോലീസ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം.